നമസ്കാരം. കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലുള്ളൊരു വിഷയമാണ്. അതിങ്ങനെ കുറേ ദിവസമായിട്ട് ബുദ്ധിമുട്ടിച്ചപ്പോൾ എന്നാൽ ഇന്ന് അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കോവിഡ് കാലഘട്ടം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായി എങ്കിലും കലയുടെ മേഖലയിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വീടുകളിൽ എപ്പോഴും ഇരുന്നിരുന്ന ആളുകൾ വീട്ടിൽ തന്നെ നമ്മളുടെ സമയത്തിനും സൗകര്യത്തിനും ഒക്കെ അനുസരിച്ച് കല പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് കോവിഡ് കാലത്താണ് തുറന്നു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടെപ്പോഴൊക്കെയോ ഡാൻസ് പഠിച്ച് അത് വിട്ട് പിന്നെ ഇങ്ങനൊരു സംവിധാനം വന്നപ്പോൾ എനിക്ക് തിരിച്ച് എൻ്റെ പാഷനിലേക്ക് തിരിച്ചു പോകണം എന്ന ആഗ്രഹത്തിൽ ഒരുപാട് പേര് നൃത്ത മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം. നിങ്ങൾ പലരും ചെറിയ പ്രായത്തിൽ നൃത്തം പഠിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ മലയാളികളാണ്, നമ്മളുടെ ഇക്കോ സിസ്റ്റം അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒന്നുകിൽ പാട്ട് അല്ലെങ്കിൽ ഡാൻസ്, ആ ഒരു തരത്തിൽ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കലയിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. പക്ഷേ ആ പ്രായത്തിൽ പഠിക്കുന്ന പോലെയല്ല നമ്മൾ നമ്മുടെ 30കളിലോ 40കളിലോ തിരിച്ച് നൃത്തത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. അവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു തണുത്ത റബ്ബർ ബാൻഡ്, അത് പെട്ടെന്ന് നമ്മൾ വലിച്ചാൽ എന്താ സംഭവിക്കാം? അത് പൊട്ടും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പേശികളുണ്ട്. അതിൽ പലതും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ ഡാൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴോ ഈ മസിൽസ് എല്ലാം നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ കുറേ കാലമായിട്ട് തണുത്തിരിക്കുന്ന മസിൽസ് പെട്ടെന്ന് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഞ്ചുറീസ് വരും. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് എങ്ങനെ മറികടക്കാം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാമപ്പ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം അത് ജിമ്മിൽ പോകുമ്പോൾ ചെയ്യേണ്ടതല്ലേ, അല്ലെങ്കിൽ അത് ഡാൻസ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതല്ലേ? അല്ല. കാരണം നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വാമപ്പ് വളരെ പ്രധാനമാണ്. ഇനി വേറൊരു ഉദാഹരണം പറയാം. എന്തിനാണ് കുക്കറിൽ സേഫ്റ്റി വാൾവ്? ഓരോ കുക്കറിനും അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വെയിറ്റിന് വ്യത്യാസമുണ്ട്. ഇതെന്താ? ഓരോ കുക്കറിനും താങ്ങാൻ പറ്റുന്ന ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷറിന് മുകളിലേക്ക് പോകുമ്പോഴാണ് അത് വിസിൽ ബ്ലോ ചെയ്യുന്നത്. അത് എങ്ങാനും നിന്നില്ലെങ്കിലോ എന്ന് കരുതിയാണ് സേഫ്റ്റി വാൾവ് ഉള്ളത്. പക്ഷെ ഇതൊന്നും നമ്മുടെ ശരീരത്തിനില്ല. അപ്പോൾ നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും പ്രഷർ വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ അതിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യണ്ടേ? ഇത് തന്നെയാണ് വാമപ്പിന്റെ പർപ്പസ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, എത്ര മിനിറ്റ് വാമപ്പ് ചെയ്യണം? വാമപ്പ് വളരെ എളുപ്പമാണ്. മിനിമം 10 മിനിറ്റ് വാമപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്താൽ നമുക്ക് വരാവുന്ന ഇഞ്ചുറീസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇനി അത് എങ്ങനെ ചെയ്തു തുടങ്ങാം? നമ്മുടെ നെക്ക് മൂവ്മെന്റ്സിലൂടെ അല്ലെങ്കിൽ ഷോൾഡേഴ്സ് റൊട്ടേഷനിലൂടെ, ഇങ്ങനെ പാർട്ട് ബൈ പാർട്ട് വേണം നമ്മൾ നമ്മുടെ ശരീരത്തിന് വാമപ്പ് കൊടുക്കാൻ. അതൊരു തരത്തിൽ നമ്മളെ ബോഡിയിൽ നമ്മൾ മെല്ലെ ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ ഒരിക്കലും പെട്ടെന്ന് ഇഞ്ചറി ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ നിങ്ങൾ വാമപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷെ നമുക്കറിയാം, ഈ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്ലാസ് പോകുന്ന പോലെയല്ല. ടീച്ചർമാർക്ക് നിങ്ങളെ കൃത്യമായിട്ട് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ ഒരുപാട് പേര് നിൽക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കാലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ പോസ്ചറോ ഒക്കെ കാണുന്ന പോലെയല്ല നമ്മൾ വെർച്വലി കാണുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ചെറിയ മൈന്യൂട്ട് പോസ്ചർ കറക്ഷൻസും ഇതൊക്കെ പലപ്പോഴും സാധ്യമാവില്ല. ചിലപ്പോൾ നിങ്ങളെ വാമപ്പ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാനുള്ളൊരു സമയം അവർക്കും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ നൃത്തം പഠിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് വാമപ്പ് ചെയ്യാലോ. ആ തരത്തില് ശരീരത്തെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ട്യൂൺ ചെയ്തിട്ട് വേണം നമ്മൾ ഡാൻസിലേക്ക് കിടക്കാൻ. ഇനിയിപ്പോ എന്റെ മേഖലയായിട്ടുള്ള മോഹിനിയാട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മോഹിനിയാട്ടം ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന, ഇങ്ങനെയുള്ള വേദനകളെ പറ്റിയിട്ട്. അപ്പോൾ
എന്തായിരിക്കും ഇതിന് കാരണം എന്നുള്ള ഒരു അന്വേഷണം ഇപ്പോൾ എന്നല്ല, കുറെ കാലങ്ങൾ മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. ആ മേഖലയിൽ എനിക്ക് താല്പര്യവുമുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് ഇഞ്ചുറീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡാൻസ് തെറാപ്പിയെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവേഷകയും ഇപ്പോൾ എൻ്റെ ഗീതം യൂണിവേഴ്സിറ്റിയും കവൻട്രി യൂണിവേഴ്സിറ്റി UK തമ്മിലുള്ള കൊളാബറേഷനിൽ എൻ്റെ ഗവേഷക വിദ്യാർത്ഥി റിസർച്ച് സ്കോളർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു മേഖലയിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെയായി നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോഴാണ് വാമപ്പിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നൃത്തം ചെയ്യുമ്പോൾ മാത്രമല്ല വാമപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്നും വാമപ്പ് ചെയ്യാം. വീണ്ടും മോഹിനിയാട്ടത്തിലേക്ക് വന്നാൽ നമുക്കറിയാം മോഹിനിയാട്ടത്തിന്റെ അരമണ്ഡലം ഭരതനാട്യം പോലെ അല്ല, നമ്മൾ ശരീരത്തിന്റെ മുകളിൽ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒരു പോയിന്റ് നിന്ന് വളരെ പതുക്കെയാണ് നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം പ്രഷർ നിങ്ങളുടെ ഓരോ പോയിന്റിലും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രഷർ താങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് ശരീരത്തെ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളത് തന്നെയാണ് വാമപ്പിന്റെ പർപ്പസ്. അത് സ്ലോലി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാവും, അല്ലെങ്കിൽ ഒരു പരിധി വരെ അത് മറികടക്കാൻ പറ്റും. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് ചെയ്യുന്നത്. ഈ വാമപ്പ് തുടങ്ങി ഒരു തരം സ്ട്രെങ്തനിങ് തന്നെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിനും കൊടുക്കേണ്ടത്. അത് മോഹിനിയാട്ടമായാലും ഭരതനാട്യം ഏത് ഫോം ആയാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വാമപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒഴിവാക്കി നേരെ നൃത്തം ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പോൾ ഈ ഒരു 10 മിനിറ്റ് അല്ലേ ആവശ്യമുള്ളൂ. ആ 10 മിനിറ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പാഷൻ തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം നൃത്തം ചെയ്യാൻ തുടങ്ങുക. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് വാമപ്പിനെ കുറിച്ച് കൂടുതൽ അറിയണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിന്റെ ടെക്നിക്സ് എങ്ങനെയാണ് എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് സ്പെസിഫിക് ആയിട്ട് വാമപ്പിനെ കുറിച്ചും അത് ചെയ്യേണ്ട രീതികളെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യാം.